ഗുഡ് ഈവനിങ്. ഇപ്പോഴത്തെ ഈ വെയിൽ കാരണം ഉച്ച കഴിയുമ്പോഴത്തേക്കിനും മൈഗ്രെയിൻ എന്നെ വല്ലാതെ അങ്ങ് ബാധിക്കുവേ. എന്നും ഇതിന് ഈ ഗുളിക എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയല്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ഞാൻ ഇങ്ങനെ ഗാർഡനിലൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി നടന്ന് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്കും. കുറച്ച് നാളായില്ലേ എൻ്റെ ഗാർഡൻ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചിട്ട്. ആദ്യം എൻ്റെ പൂക്കളൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് വഴിയെ പറയാം. നമ്മൾ കുറേ നാൾ മുമ്പ് സിങ്കോണിയത്തിന്റെ കുറെ കുഞ്ഞു കുഞ്ഞു തൈകൾ കൊണ്ടുവച്ചായിരുന്നല്ലോ. അത് മൂന്നും നല്ല ഹെൽത്തി ആയിട്ട് നിപ്പുണ്ട്. കുഞ്ഞി കുഞ്ഞി ഇലകളാണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാ. എനിക്ക് എന്നാണല്ലോ ഭയങ്കര ഇഷ്ടമാ. ഇതിലൊരു തൈ എന്നാണല്ലോ അമ്മയ്ക്കാ. ഓണത്തിന് പോകുമ്പോൾ വേണം കൊണ്ട് കൊടുക്കാൻ. നമ്മൾ കുറേ കമ്പ് നക്ഷത്രമുല്ലയുടെ കൊണ്ട് വെച്ചിട്ട് ഈ ഒരൊറ്റ കമ്പായിരുന്നു പിടിച്ചത്. അതിന്റെ മുകളിലത്തെ ഭാഗം കാണാൻ നല്ല രസമൊക്കെ ആണെങ്കിലും ചോട് ഭാഗം കണ്ടോ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് കൊണ്ടുവച്ച കമ്പിലെ സീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീണ് കുറെ തൈകൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മാറി പൊട്ടിമുളച്ച തൈയായത്. ഇത് അതിന്റെ ചോടിലോട്ട് കൊണ്ട് നട്ടുവെക്കാന്ന് വിചാരിച്ചേ. നമ്മൾ ചെടികൾ വളർത്തുമ്പോഴേ ഏതെങ്കിലുമൊക്കെ നശിച്ചു പോയിട്ട് നമുക്ക് സങ്കടപ്പെടാനുള്ള വക ഉണ്ടായിരിക്കുവേ. അപ്പൊ പക്ഷെ ഇതുപോലെ സന്തോഷിക്കാനുള്ള വക എന്റെ കൂടെ വരുമ്പോ സങ്കടം അങ്ങ് മാഞ്ഞു പോകും. വേറെ എപ്പോഴും ഇവിടെ ഒന്ന് ഉടുപ്പൂരി കളിക്കുവേ. അതങ്ങ് പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ അവിടെ മുഴുവൻ അതിന്റെ വേസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചേമ്പിനും കാച്ചിലിനും ഒക്കെ ഇട്ട വളത്തിന്റെ ബാക്കി ഞാൻ കൊണ്ട് വഴുതനയ്ക്കൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു. നമ്മുടെ ഹിബിസ്കസ് മെലാമസ് ആദ്യമായിട്ട് പൂവിട്ടു. ഇനി 2 മുട്ടോടെ വിരിയാനുണ്ട്. അത് മുട്ട കോഴി ഒന്ന് കൊത്തിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിന്റെ സൈഡൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് കലാഞ്ചിയോ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചില്ലേ, സംഭവം സക്സസ് ആയി. 3 വെച്ചതിൽ 3 വേര് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആ ചട്ടിയുടെ മണ്ടയിൽ കൂടെ കോഴി കയറിയിട്ട് ഇല അങ്ങ് ഒടിഞ്ഞു. കുഴപ്പമില്ലായിരിക്കും. റോസക്കമ്പെല്ലാം കൊതിപ്പിച്ചിട്ട് കളഞ്ഞു. ഇത് കുരുപ്പൊക്കെ പൊട്ടി വന്നിട്ട് മൊത്തത്തിൽ അങ്ങ് വാടിപ്പോയി. നമ്മുടെ വിങ്കാ സീഡ്സ് ഒക്കെ പൊട്ടിമുളച്ചു വന്നിട്ടുണ്ട്. അതുപോലെ പിങ്ക് തെറ്റിയും പുതിയ കുരുപ്പുകളൊക്കെ വന്ന് നിൽക്കുന്നു. സൂക്ഷിച്ച് നോക്കിയേ, കണ്ടോ. ചെടികൾ ചോദിക്കുന്നവരോട് പ്ലാന്റ്സ് ഒന്നുകൂടെ വളർന്നു വരുമ്പം എന്നാണല്ലോ അതിന് പരിഹാരം ഉണ്ടാക്കാം.